Hello my dear students, welcome to Business Regulation 9th session. നമ്മൾ 8th സെഷനിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്ന കാര്യമാണ് എക്സെപ്ഷൻ ടു ദ റൂൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ്. ഒരു കൺസിഡറേഷൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എഗ്രിമെൻറ്റ് ഫോം ചെയ്യില്ല. അങ്ങനെ ഒരു വാലിഡ് എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ കൺസിഡറേഷൻ ഇല്ല, കോൺട്രാക്റ്റ് ഇല്ല. സോ അങ്ങനെ ഒരു നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റിൻ്റെ എക്സെപ്ഷൻസ് നമ്മൾ ഓൾറെഡി രണ്ടെണ്ണം കണ്ടു. ഒന്ന്, നമുക്ക് ഈ പറയുന്ന ഒരു ലവ് ആൻഡ് അഫെക്ഷൻ്റെ ബേസിസിൽ ഒരു കൺസിഡറേഷൻ ഇല്ലാത്ത ഉള്ള ഒരു എഗ്രിമെൻറ്റ്, അത് നമുക്ക് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ പാസ്റ്റ് വോളണ്ടറി ആക്ഷൻ സർവീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കൺസിഡറേഷൻ, പിന്നീട് കൊടുക്കുന്ന കൺസിഡറേഷൻ, അതിനെ നമുക്ക് എക്സെപ്ഷനായിട്ട് കണ്ടിരുന്നു നമ്മൾ കഴിഞ്ഞ സെഷനിൽ. ഇനി നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു എക്സെപ്ഷൻ, ഈ ഒരു നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റിൽ പറയുന്ന ഒരു എക്സെപ്ഷൻ, മൂന്നാമത്തെ എക്സെപ്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രിമെൻറ്റ് ടു പേ എ ടൈം ബാർഡ് ഡെപ്റ്റ്. അതായത് ഒരു കടബാധ്യതയുണ്ട്. ആ കടബാധ്യത അത് തീർക്കാനുള്ള സമയം കഴിഞ്ഞ ശേഷം കടമെടുത്ത ആൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, എടുത്ത ബാധ്യത അയാൾ തീർക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് നമുക്ക് ഈ ഒരു നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റിൻ്റെ എക്സെപ്ഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പം ഡെപ്റ്റർ, കടം വാങ്ങിച്ച ആളാണല്ലോ, ആ ഡെപ്റ്റർ എന്ത് ചെയ്യുന്നു, ഈ ഒരു റിട്ടേൺ ഇതിൽ എഴുതി കൊടുക്കുകയാണ്. ടൈം ബാർഡായിട്ടുള്ളൊരു ഡെപ്റ്റ് അയാൾ തിരിച്ചു തരാനായിട്ട് വില്ലിങ് ആണെന്നും പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്യാണ്. പക്ഷേ ഇവിടെ യാതൊരു കൺസിഡറേഷനും ഇല്ല. ഓക്കെ, പക്ഷേങ്കിലും നമ്മൾ ഇതിനൊരു കോൺട്രാക്റ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതിൽ മെയിനായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ടൈം ബാർഡായിട്ടുള്ള ഒരു ഡെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അയാൾ പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിട്ടേൺ ആയിട്ട് തന്നെ പ്രോമിസ് ചെയ്യണം. അല്ലാതെ ഇംപ്ലൈഡ് ആയിട്ട് അതായത് എക്സ്പ്രസ് ചെയ്തിട്ടാണ് പ്രോമിസ് ചെയ്യേണ്ടത്. ഇംപ്ലൈഡ് ആയിട്ട് ഒരിക്കലും നമുക്ക് അതിനെ എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പേഴ്സൺ ബിയിൽ നിന്നും 50,000 റുപ്പീസ് അക്കോർഡിംഗ് ടു ലിമിറ്റേഷൻ ആക്ട് 1963 അനുസരിച്ച് ബോറോ ചെയ്തു. അപ്പോൾ എ എന്ത് ചെയ്തു, ബിയുടെ അടുത്ത് നിന്ന് 50,000 രൂപ ബോറോ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും എ എന്ത് ചെയ്യണം, ബിക്ക് ആ പൈസ തിരിച്ചു കൊടുക്കണം. പക്ഷേ ബിക്ക് ശരിക്കും ഈ എയിൽ നിന്നും ഈ പറയുന്ന പൈസ നമ്മുടെ ലിമിറ്റേഷൻ ആക്ട് 1963 അനുസരിച്ച് 3 വർഷത്തെ സമയമുണ്ട്. 3 വർഷത്തിൻ്റെ ഉള്ളിൽ തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എ എന്ത് ചെയ്തു, ആ 3 വർഷത്തിന് ഉള്ളിൽ പൈസ തിരിച്ചടച്ചില്ല. അപ്പോൾ ഈ പറയുന്ന ഡെപ്റ്റ് ആ ലിമിറ്റേഷൻ ആക്ട് അനുസരിച്ച് അത് ബാർഡായി പോവാണ്. പിന്നീട് ബിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എയുടെ അടുത്ത് ചോദിക്കാനുള്ള അവകാശം ഇല്ലെന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ എ എന്ത് ചെയ്തു, ബിക്ക് പ്രോമിസ് ചെയ്യാണ് റൈറ്റിങ്ങിൽ, അതായത് ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കടം 50,000 രൂപ തിരിച്ചു തരാം. അങ്ങനെ ആ ഒരു പ്രോമിസ് തരുമ്പോൾ അവിടെ വേറെ കൺസിഡറേഷൻ ഇല്ല. അപ്പോൾ അത് പുതിയൊരു പ്രോമിസാണ്. ആ പ്രോമിസ് ഒരു വാലിഡ് കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ അതുവഴി നമ്മളുടെ പേഴ്സൺ ബിക്ക് എന്ത് ചെയ്യാം, എയിൽ നിന്നും അയാളുടെ പൈസ റിക്കവർ ചെയ്യാം. അത് ഒരു പുതിയ പ്രോമിസാണ്. ഇനി കംപ്ലീറ്റഡ് ഗിഫ്റ്റ്സ്, അതായത് ഇപ്പം ഒരു വാലിഡിറ്റി ഗിഫ്റ്റ് ഒരു ഡോണിക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെയും ഈ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നുള്ള ഒരു റൂള് അഫക്റ്റഡ് ആവുന്നില്ല. ഓക്കെ, ഗിഫ്റ്റ് കൊടുക്കുന്നതിലൊക്കെ. പിന്നെ അതുപോലെ ഏജൻസി ഫോർമേഷനിലും നമുക്ക് കൺസിഡറേഷൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റിന് എക്സെപ്ഷൻസ് വരുന്നത്. ഇനി ഈ കൺസിഡറേഷൻ്റെ ഡിഫറൻസസ് ഇംഗ്ലീഷ് ലോയിലും ഇന്ത്യൻ ലോയിലും എങ്ങനെയാണ്? അതായത് ഈ കൺസിഡറേഷൻ നമുക്ക് ഇംഗ്ലീഷ് ലോയിലും ഇന്ത്യൻ ലോയിലും 2 രീതിയിലാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ ആദ്യം പറയുന്നത് ഇംഗ്ലീഷ് ലോയിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രോമിസി തന്നെയാണ് മൂവ് ചെയ്യേണ്ടത്. പക്ഷേ ഇന്ത്യൻ കോൺട്രാക്റ്റിൽ പറയുന്നത് കൺസിഡറേഷൻ പ്രോമിസി ഇല്ലാതെ പ്രോമിസിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള വേറെ ആൾക്കും മൂവ് ചെയ്യാം. പിന്നെ പറയുന്നത് ഇംഗ്ലീഷ് ലോയിൽ സ്ട്രേഞ്ചർ ഒരു കൺസിഡറേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ ഇന്ത്യൻ ലോയിൽ ഒരു സ്ട്രേഞ്ചർക്ക്, ഒരു തേർഡ് പാർട്ടിക്ക് കൺസിഡറേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം, ആൾ ഒരു പ്രോമിസി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ. പിന്നെ ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത് പ്രസൻറ്റും ഫ്യൂച്ചറും കൺസിഡറേഷൻ മാത്രമേ ഉള്ളൂ, അവിടെ പാസ്റ്റ് കൺസിഡറേഷൻ ഇല്ല. പക്ഷേ ഇന്ത്യൻ ലോയിൽ നമുക്ക് പ്രസൻറ്റ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കൺസിഡറേഷൻസ് ഉണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത് ഒരു വാലിഡ് കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ നിയമത്തിൻ്റെ കണ്ണുകളിൽ വാല്യൂ ഉള്ളതായിരിക്കണം. പക്ഷേ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ലോയിൽ അങ്ങനെ വാല്യൂ ഉള്ളതാവണമെന്ന് നിർബന്ധമില്ല. ഈവൻ സ്വാഭാവികമായിട്ടുള്ള സ്നേഹവും അഫെക്ഷനും ഒക്കെ തന്നെയും നല്ലൊരു കൺസിഡറേഷനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൺസിഡറേഷൻ്റെ ഡിഫറൻസസ് ഇൻ ഇംഗ്ലീഷ് ലോ ആൻഡ് ഇന്ത്യൻ ലോ. ഇനി നമ്മളുടെ കൺസിഡറേഷനിലെ എക്സെപ്ഷൻസ് കഴിഞ്ഞാൽ വരുന്ന 2 കാര്യങ്ങളാണ് ഫോർബിയറൻസ് ആൻഡ് കോംപ്രമൈസ് ആസ് കൺസിഡറേഷൻ. അതായത് ഒരു കോൺട്രാക്റ്റിലായിക്കോട്ടെ ഫോർബിയറൻസും കോംപ്രമൈസും നമുക്ക് എങ്ങനെയാണ് കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. ഫോർബിയറൻസ് എന്ന് വെച്ചാൽ ക്ഷമിച്ചിരിക്കുക, ഒന്നും പറയാതിരിക്കുക. നമ്മൾ പറയാറുണ്ട് മൗനം സമ്മതമാണെന്ന് പറഞ്ഞിട്ട്. അത് തന്നെ സംഭവം. അതായത് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പം ആരുടെ ഭാഗത്തു നിന്നാണോ കൺസിഡറേഷൻ വരേണ്ടത് ആ വ്യക്തി ഒന്നും പറയാതിരിക്കുകയാണെങ്കിൽ ആ മൗനം നമ്മൾ സമ്മതമായിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഫോർബിയറൻസ് ആസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കോംപ്രമൈസ് എന്ന് പറയുമ്പം ഇപ്പം എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ട് അവസാനം 2 പാർട്ടിയും തമ്മിൽ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോംപ്രമൈസിനെ നമ്മളൊരു കൺസിഡറേഷനായിട്ട് പറയുന്നു. ഇപ്പം ഫോർബിയറൻസിൻ്റെ ഇതിൽ പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലോയും ഇന്ത്യൻ ലോയും ഒരേപോലെ തന്നെയാണ് പറയുന്നത്. നമുക്ക് ഫോർബിയറൻസിനെ ഒരു കൺസിഡറേഷനായിട്ട് നല്ലൊരു കൺസിഡറേഷനായിട്ട് എടുക്കാം. ഇപ്പോൾ നോക്കൂ, പേഴ്സൺ എ എന്ത് ചെയ്തു വെച്ചാൽ പേഴ്സൺ ബിയിൽ നിന്നും 10,000 റുപ്പീസ് ബോറോ ചെയ്തു. എന്നിട്ട് ആ 10,000 റുപ്പീസിന് അയാൾ 10% പെർ ആനം ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാമെന്നും തീരുമാനിച്ചു. പക്ഷേ പിന്നീട് പേഴ്സൺ എക്ക് ആ ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ആ സമയത്ത് പേഴ്സൺ ബി എന്ത് ചെയ്തു, പേഴ്സൺ എക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ പേഴ്സൺ എ എന്ത് ചെയ്തു, നീ കേസ് ഫയൽ ചെയ്യേണ്ട, നിനക്ക് ഞാനന്ന് 10% ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞിരുന്നേ, പക്ഷേ ഞാനിപ്പോൾ നിനക്ക് 12% ഇൻട്രസ്റ്റ് തരാമെന്ന് വാഗ്ദാനം കൊടുക്കുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ പേഴ്സൺ ബി എന്ത് ചെയ്തു, കേസ് ഫയൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെ നമുക്ക് കേസ് ഫയൽ ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ക്ഷമയോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർബിയറൻസിനെ നമുക്കിവിടെ ഒരു സഫീഷ്യൻറ്റ് കൺസിഡറേഷനായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ കോംപ്രമൈസ് ടു എ ഡിസ്പ്യൂട്ടഡ് ക്ലെയിം. ഇപ്പോൾ ഒരു കോംപ്രമൈസ് നമ്മളൊരു ഡിസ്പ്യൂട്ടഡ് ക്ലെയിമിന് വന്നാൽ അതിനെ ഒരു ഗുഡ് കൺസിഡറേഷനായിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ പേഴ്സൺ എ പറയാണ്, എനിക്ക് പേഴ്സൺ ബി 50,000 റുപ്പീസ് തരണം, അത് ഡ്യൂ ആണ്. പക്ഷേ പേഴ്സൺ ബി പറയുകയാണില്ല, ഞാൻ 50,000 അല്ല അയാൾക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് അയാൾ അത് വിസമ്മതിക്കുകയാണ്. അങ്ങനെ അത് ഒരു ഡിസ്പ്യൂട്ടായിട്ട് മാറി അവസാനം അവർ തമ്മിലൊരു കോംപ്രമൈസിലെത്തി. അങ്ങനെ അവസാനം പേഴ്സൺ ബി പറയാണ്, ഓക്കെ ഞാൻ അവന് പേഴ്സൺ എക്ക് 40,000 പേ ചെയ്ത് കൊള്ളാം എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്രമൈസിൽ വരുന്ന ആ പ്രോമിസിനെ നമുക്ക് എന്താണ് ഒരു കൺസിഡറേഷനായിട്ട് തന്നെ എടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മളുടെ കോൺട്രാക്റ്റിൻ്റെ കപ്പാസിറ്റി ടു കോൺട്രാക്റ്റ് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കപ്പാസിറ്റി ടു എ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലീഗൽ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു എൻറ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു വാലിഡായിട്ടുള്ള കോൺട്രാക്റ്റിലേക്ക് ഒരു വ്യക്തിക്ക് നിയമപരമായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ആളുടെ ഒരു എബിലിറ്റി തന്നെയാണ്. അപ്പം കഴിവുള്ള വ്യക്തികൾക്ക് മാത്രമേ വാലിഡായിട്ടുള്ള കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിവുള്ള വ്യക്തികൾ, കമ്പീറ്റൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഏജ് വൈസ് മേജർ ആയിരിക്കണം, സൗണ്ട് മൈൻഡുള്ള വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നിയമം പറയുന്നത് അനുസരിച്ച് അയാൾ ഡിസ്ക്വാളിഫൈഡ് ആവാനും പാടില്ല. ഇനി ഓരോന്നും മേജർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, സൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് വിശദമായിട്ട് നോക്കാം. ആദ്യം മൈനർ, മേജർ, മൈനർ. മേജർ അല്ലാത്ത ആളിനെയാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി നോട്ട് അറ്റൈനിങ് ദ ഏജ് ഓഫ് മെജോറിറ്റി ആണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത്. ചിലപ്പോൾ വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാം. എ പേഴ്സൺ ഹു ഈസ് നോട്ട് അറ്റൈൻ ദ ഏജ് ഓഫ് മെജോറിറ്റി ഈസ് നോൺ ആസ് മൈനർ. മേജർ ആയില്ല എന്ന് പറയുമ്പോൾ അയാൾ മൈനറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1875 അനുസരിച്ച് ഒരു വ്യക്തി 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ആൾ മേജർ ആവുന്നത്. അത് അറ്റൈൻ ചെയ്തില്ലെങ്കിൽ ആൾ മൈനറാണ്. ഓക്കെ, സോ ഒരു മൈനർ
അപ്പോൾ അതാണ് നമുക്ക് വോട്ടവകാശം 18 വയസ്സിലാണല്ലോ കിട്ടുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിലും 18 വയസ്സ് തികയണം, അങ്ങനെയാണ്. അപ്പോൾ അതിന് മുമ്പുള്ള പ്രായം എന്ന് പറയുന്നത് മൈനറാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു മൈനർ ഒരു കോർട്ടിൻ്റെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ്റെ കോർട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഗാർഡിയൻ്റെ കീഴിലാണ് ഒരു മൈനർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു കേസിൽ ആ മൈനർ മേജർ ആവുന്നത് 21 വയസ്സ് തികയുമ്പോഴാണ്. അത് ഇന്ത്യൻ ലോ പറയുന്നതാണ്. ഓക്കെ, അതായത് ഒരു മൈനർ ബൈ കോർട്ടിൻ്റെ കസ്റ്റഡിയിലാണ്, ഇല്ലെങ്കിൽ കോർട്ട് നിയമിക്കുന്ന ഒരു ഗാർഡിയൻ്റെ കീഴിലാണ് ആ മൈനർ എന്നുണ്ടെങ്കിൽ ആ മൈനർ മേജർ ആവുന്നത് അറ്റ് ദ ഏജ് ഓഫ് 21. അത് നമ്മുടെ ഇന്ത്യൻ ലോ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷ് ലോയിൽ നോർമലി ഒരു പേഴ്സണെ നമ്മൾ മൈനർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മേജർ എന്ന് പറയുന്നത് ആഫ്റ്റർ അറ്റൈനിങ് 18 ഇയേഴ്സ് ഓഫ് ഓൾഡ്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത് if a minor is under the custody of a court or under a guardian who is appointed by the court, he will attain major at the age of 18. അപ്പോൾ ഇന്ത്യൻ ലോയിൽ 21 വയസ്സാണ് പറയണമെങ്കിൽ ഇംഗ്ലീഷ് ലോയിൽ അത് 18 തന്നെയാണ് പറയുന്നത്. രണ്ടും ഏജ് സെയിം ആയിട്ടാണ് ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത്. ഇനി നമ്മളുടെ മൈനറുമായിട്ടുള്ള എഗ്രിമെൻറ്റ്, അതിനോടനുബന്ധിച്ച നിയമങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമുക്ക് മൈനറുമായിട്ടുള്ള എഗ്രിമെൻറ്റ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യണമെന്നുള്ളത് നോക്കാം. ശരിക്കും പറയുന്നത് മൈനറുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് അതുപോലെ കോൺട്രാക്റ്റും വോയിഡാണ്, ഇറ്റ് ഈസ് നോട്ട് വാലിഡ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ കോൺട്രാക്റ്റ് ആക്ട് ഈ പറയുന്ന ഒരു മൈനർ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് സൈലൻ്റ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അത് വോയിഡബിൾ ആണെന്ന് പറയുന്നു, ചില സ്ഥലങ്ങളിൽ അത് വോയിഡ് ആണെന്ന് പറയുന്നു, എവിടെയും വാലിഡ് ആണെന്ന് പറയുന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഹൈക്കോർട്ട്സും ഡിഫറെൻറ്റ് ഒപ്പീനിയൻസിലാണ് നിൽക്കുന്നത്. ചില ഹൈക്കോർട്ട്സ് ഇത്തരത്തിൽ മൈനേഴ്സ് എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റിനെ വോയിഡബിൾ ആയിട്ടും, ചില ഹൈക്കോർട്ട്സ് ഈ മൈനേഴ്സ് എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റിനെ വോയിഡായിട്ടും പറയുന്നുണ്ട്. ഫലത്തിൽ വാലിഡ് അല്ല. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനർ ഇസ് നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദ ബെനിഫിറ്റ്സ് റിസീവ്ഡ്. അതായത് മൈനർ എൻ്റർ ചെയ്യുന്നൊരു കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ദറ്റ് ഈസ് കൺസിഡർഡ് ടു ബി വോയിഡ്, ദറ്റ് ഈസ് നോട്ട് വാലിഡ്. അപ്പോൾ അങ്ങനെ ഒരു വാലിഡ് അല്ലാത്തൊരു കോൺട്രാക്റ്റിൽ ഒരു മൈനർ എൻ്റർ ചെയ്യുകയും അതിലൂടെ അയാൾ എന്തെങ്കിലും ബെനഫിറ്റ് നേടിക്കഴിഞ്ഞാൽ ആ ബെനഫിറ്റ് സിൻസ് ആ പേഴ്സൺ മൈനർ ആയതുകൊണ്ട് അത് റീഫണ്ട് ചെയ്യേണ്ടതില്ല. പക്ഷേ ആ വോയിഡ് കോൺട്രാക്റ്റിലൂടെ ആ മൈനറിൽ നിന്നും വേറൊരാൾ എന്തെങ്കിലും ബെനഫിറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ ആ ബെനഫിറ്റ് മറ്റാൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എ മൈനർ കനോട്ട് റാറ്റിഫൈ ഹിസ് ആക്ട്. മൈനർ അയക്കുന്ന സമയത്ത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, സ്വാഭാവികമായിട്ടും ആ കോൺട്രാക്റ്റ് വോയിഡായി. പിന്നീട് അയാൾ മേജർ ആയപ്പോൾ ആ മൈനർ ഉള്ള സമയത്ത് ഫോം ചെയ്ത വോയിഡ് കോൺട്രാക്റ്റിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ നോക്കുകയാണെങ്കിൽ അത് നിയമം അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, സപ്പോസ് മൈനർ അയക്കുന്ന സമയത്ത് ഒരു വ്യക്തി കുറച്ച് പൈസ വാങ്ങിച്ചു. ഓക്കെ, ഇനി മേജർ ആയി കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ് ഞാൻ മൈനർ ആയിരുന്നപ്പോൾ ഇന്ന ആളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പൈസ വാങ്ങിച്ചു, ഞാനത് തിരിച്ചു തരാം എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് കനോട്ട് ബി കൺസിഡേർഡ്, അത് എൻഫോഴ്സ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഇനി റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഫ്രം എ മൈനർ ഈസ് ഇൻ കേസ് ഓഫ് ഫ്രോഡ്. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ മടക്കി കൊടുക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു മൈനർ ആൾ മേജറാണെന്ന് ഒരു ഫാൾസ് റെപ്രസെൻറ്റേഷനിലൂടെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഒബ്റ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ ഓഫ് ഇക്വിറ്റി അനുസരിച്ചിട്ട് അയാൾ ആ ഒബ്റ്റൈൻ ചെയ്ത പ്രോപ്പർട്ടി ഒറിജിനൽ ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ള കമ്പൽഷൻ ഉണ്ട്. അയാൾ മൈനറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പൽഷൻ വരും. അങ്ങനെ കമ്പൽഷൻ വരുന്ന സമയത്ത് ആ മൈനറുടെ കയ്യിൽ ആ പ്രോപ്പർട്ടി ഐഡൻറ്റിഫയബിൾ ആയിട്ടും സ്റ്റിൽ ആ മൈനറുടെ പൊസഷനിൽ ഉണ്ടെങ്കിൽ അത് അയാൾ തിരിച്ചു കൊടുത്തിരിക്കണം. ഇതിനെയാണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രോഡ് എന്ന് പറയുന്നത്. പക്ഷേ സപ്പോസ് ഈ മൈനർ ആ പ്രോപ്പർട്ടി
വേറെ എന്തെങ്കിലും രീതിയിലേക്ക് അയക്കി അല്ലെങ്കിൽ അയാളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈ തിരിച്ചു കൊടുക്കൽ സാധ്യമല്ല. അപ്പം ആ മൈനറുടെ അടുത്ത് അതിന് പകരമായിട്ട് പൈസയോ കോമ്പൻസേഷനോ പേ ചെയ്യാനായിട്ട് കമ്പൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഈ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി ഫ്രം എ മൈനർ ഇൻ കേസ് ഓഫ് ഫ്രോഡ്. എക്സാമ്പിൾ നോക്കൂ. പേഴ്സൺ എ ഒരു മൈനറാണ്. അയാൾ ഫ്രോഡുലൻ്റ്ലി എന്ത് ചെയ്തു, അയാൾ മേജറാണെന്ന് റെപ്രസെൻ്റ് ചെയ്യിച്ച് പേഴ്സൺ ബിയുടെ അടുത്തുനിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് 6 lakh rupeesന് വാങ്ങിക്കുകയാണ്. എന്നിട്ട് ആൾ 4 lakh rupees പേ ചെയ്തു. ബാക്കി 2 lakh rupeesന് ഒരു പ്രോനോട്ട്, നമ്മൾ ഒരു ചെക്ക് പോലെയുള്ള ഒരു പ്രോനോട്ട് എഴുതി കൊടുക്കുകയാണ്. പിന്നീട് ഈ ബി എന്ന് പറയുന്ന കാർ ട്രേഡർ പേഴ്സണെ ഒരു മൈനറാണെന്ന് മനസ്സിലാക്കി ആ മൈനറിന് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യുന്നു. ബാലൻസ് എമൗണ്ട് ഇയാൾ തരുന്നില്ല. അപ്പോൾ ആ സമയത്ത് പേഴ്സൺ എ എന്ത് ചെയ്യുന്നു, കളിക്കുകയാണ്. പേഴ്സൺ എ പറയാണ് ഞാനൊരു മൈനറാണ്. എന്നിട്ട് ആ ലൈബിലിറ്റിയിൽ നിന്ന് ആൾ എസ്കേപ്പ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തായി, പേഴ്സൺ ബി എന്ന ട്രേഡർക്ക് പേഴ്സൺ എയിൽ നിന്നും അമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ കോർട്ട് കമ്പൽ ചെയ്യും പേഴ്സൺ എയുടെ അടുത്ത് പേഴ്സൺ ബിക്ക് ആ കാറ് തിരിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ എന്തെങ്കിലും ആർട്ടിക്കിൾസ് അതിനോടനുബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കാനായിട്ട് പറയും.